നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. പെർസ്പെക്റ്റീവ്സ് ഓൺ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര്, ബ്ലോക്കിന്റെ പേര് സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നാണ്. അതായത് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ്സ് ഓഫ് ചരിത്ര രചനയാണ്, ചരിത്രരചനാ ശാസ്ത്രമാണ്. അപ്പൊ ചരിത്രരചനാ ശാസ്ത്രത്തിന്റെ ഉപദാനങ്ങൾ അഥവാ സോഴ്സുകളെ കുറിച്ചാണ് ബ്ലോക്ക് ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതില് ഒന്നാമത്തെ ഈ ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റില് ആർക്കിയോളജിക്കൽ ആൻഡ് എപ്പിഗ്രാഫിക്കൽ സോഴ്സസ്, അതായത് പുരാവസ്തു തെളിവുകളും അതുപോലെ എപ്പിഗ്രാഫിക്കൽ പുരാലിഖിത ശാസ്ത്ര തെളിവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് പരിശോധിക്കുക. അതായത് സൗത്ത് ഇന്ത്യയുടെ ചരിത്രം അനാവരണം ചെയ്യുന്നതിൽ സഹായകമായിട്ടുള്ള പുരാവസ്തു തെളിവുകള് കുറിച്ച് നമുക്കിവിടെ പരിശോധിക്കാം. തെക്കേ ഇന്ത്യയുടെ പുരാതന ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുരാവസ്തു സ്രോതസ്സുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ എഴുത്ത് രേഖകൾ വളരെ പരിമിതമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു കാലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഉത്ഖനനങ്ങൾ നടത്തിയിട്ട് അവിടെ അവരുപയോഗിച്ച പോയ വസ്തുക്കള്, ആർട്ടിസാൻസ് ആൻഡ് ആർട്ടിഫാക്ട്സ് പരിശോധിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അന്നത്തെ ചരിത്രത്തെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അതില് ശിലാശാസനങ്ങള്, നാണയങ്ങള്, സ്മാരകങ്ങള്, അവരുപയോഗിച്ചിട്ടുള്ള പലതരം വസ്തുക്കള്, അവരുടെ ബറിയൽ സൈറ്റ്സുകള്, അതായത് അവരുടെ ശവമടക്ക് രീതികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പരിശോധന നടത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം പുരാവസ്തു ഖനനങ്ങള്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിനെ കുറിച്ച്. പ്രധാനപ്പെട്ട ഖനന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്നും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് ഈ പുരാവസ്തു ഖനനം എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി അനാവരണം ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ ശവകുടീരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകള്, സിസ്റ്റല്, മുനിയറ, നന്നങ്ങാടി എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ശവമടക്ക് രീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങൾ. അപ്പൊ എന്താണ് ഇവിടുന്ന് പരിശോധിക്കുന്നത്? ആദിമ മനുഷ്യന് നമ്മുടെ ഇന്നത്തെ വിശ്വാസങ്ങളുടെയൊക്കെ മതവിശ്വാസത്തിന്റെയൊക്കെ ഏറ്റവും പ്രാക് രൂപങ്ങള് ഈ മനുഷ്യരിൽ തന്നെ കണ്ടിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ഒരു പരലോക ജീവിതത്തില്, അല്ലെങ്കിൽ അത് പരലോകം എന്ന അർത്ഥത്തിൽ പറയാൻ സാധിക്കില്ല, ഒരു മരണാനന്തര ജീവിതത്തിൽ അവര് വിശ്വസിച്ചിരുന്നു. എന്ന് വെച്ചാല് ഈ ലോകത്ത് അവര് ജീവിക്കുന്ന ഉപകരണങ്ങളും അവരുടെ വസ്തുക്കളൊക്കെ തന്നെ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ട് അവര് ഈ ആളോടുകൂടെ അടക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പല രീതിയിലാണ് അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചും ആചാരങ്ങളെ കുറിച്ചും ഒക്കെയുള്ള അറിവുകൾ. പിന്നെ അവർ ഉപയോഗിക്കുന്ന വസ്തുക്കള് അങ്ങനെ തന്നെ അവരതിൽ അടക്കം ചെയ്തു. അപ്പൊ ഈ വസ്തുക്കളിന്റെ പരിശോധന നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങള്, അന്നത്തെ സാങ്കേതിക വിദ്യയെ കുറിച്ചുള്ള തെളിവുകള്, അവരുപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള വസ്തുക്കളെ കുറിച്ച്, അതുപോലെ അവരുടെ ജീവിത രീതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇത്തരം വിവരങ്ങൾ, ആർട്ടിഫാക്റ്റുകൾ പരിശോധിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അവരുടെ സാങ്കേതിക വിദ്യ എത്രത്തോളം വികസിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇനി ബാക്കിയുള്ള ഭാഗം കേൾക്കേണ്ടത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അതായത് പ്രധാനപ്പെട്ട ഉത്ഖനന കേന്ദ്രങ്ങളും അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള വസ്തുക്കളും. അപ്പൊ എന്ത് വസ്തുക്കളാണ്, ഈ ഉത്ഖനനത്തിന്റെ പ്രത്യേകത, പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ് അവരുടെ മരണാനന്തര വസ്തുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഉത്ഖനന കേന്ദ്രങ്ങള് ആദിച്ചനെല്ലൂരാണ്. ആദിച്ചനെല്ലൂര്, അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇരുമ്പ് ഉപകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ദ്രാവിഡ സംസ്കാരത്തിന്റെ തെളിവുകൾ നൽകുന്ന ഇരുമ്പ് ഉപകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കീഴടിയിൽ നിന്ന് നഗര സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, തമിഴ് ബ്രാഹ്മി ലിപി, വ്യാപാര ബന്ധങ്ങളുടെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മഗിരിയിൽ നിന്ന് ഒരുപാട് മെഗാലിത്തിക് സംസ്കാരം, മെഗാലിത്തിക് എന്ന് പറയുന്നത് മഹാശിലാ സംസ്കാരം എന്ന് വെച്ചാല് ശവമടക്കുമായി ബന്ധപ്പെട്ട വലിയ ശിലകൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം, അതാണ് മെഗാലിത്തിക് സംസ്കാരം എന്ന് പറയുന്നത്. ഇനി അന്നത്തെ ശവശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുഴികള്, അതുപോലെ ശവ കുടീരങ്ങൾ ഒക്കെ തന്നെ പരിശോധന നടത്താനായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി അരിക്കമേടാണ്. അരിക്കമേട്ടിൽ നിന്ന് റോമൻ വ്യാപാര ബന്ധങ്ങളുടെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇരുമ്പു യുഗ സംസ്കാരത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക്, റോമൻ കാലഘട്ടത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയാണ് ലഭ്യമായിട്ടുള്ളത്. ഇനി മറ്റൊന്നാണ് ഇൻസ്ക്രിപ്ഷൻസ് അഥവാ ശിലാശാസനങ്ങളാണ്.
നമുക്ക് ഈ സൗത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ആദ്യത്തെ ശിലാശാസനം എന്ന് പറയുന്നത് അശോക ഇൻസ്ക്രിപ്ഷൻ തന്നെയാണ്. അശോകന്റെ 2ഉം 13ഉം ഇൻസ്ക്രിപ്ഷൻസ്, അതായത് അവിടെ കേരളത്തെ കുറിച്ച് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയെ കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. ഈ രണ്ടാമത്തെ അശോകന്റെ ശാസനത്തിന്റെ രണ്ടാമത്തേതിലും 13ാമത്തേതിലും മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ആശുപത്രികൾ, മനുഷ്യർക്കും മൃഗങ്ങൾക്കും പ്രത്യേകിച്ചും വേണ്ടിയിട്ട് ആശുപത്രികൾ പണിയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശം സാമന്തന്മാർക്കെല്ലാം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അശോകൻ ഒരു ശാസനത്തില് 13ാം ശാസനത്തിൽ കൊത്തിവെക്കുന്നുണ്ട്. അതില് കേലലപുത്തോ എന്ന ഒരു പരാമർശമുണ്ട്. ഈ കേലലപുത്തോ എന്ന പരാമർശത്തിൽ കാണുന്നത് കേരളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയെ കുറിച്ചായിരിക്കാം എന്നതാണ് നിഗമനം. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് കർണാടക, ആന്ധ്രാപ്രദേശിന്റെ പല ഭാഗങ്ങള്, കർണാടകയുടെ പല ഭാഗങ്ങള്, കേരളം, തമിഴ്നാട് തുടങ്ങിയ ഭാഗത്തു നിന്നൊക്കെ തന്നെ നമുക്ക് ഇത്തരം ഇൻസ്ക്രിപ്ഷൻസ് ലഭിച്ചിട്ടുണ്ട്. അത് തമിഴ് ബ്രാഹ്മി ശാസനങ്ങളിൽ, അതുപോലെ സംഘകാലഘട്ടത്തിലെ വിവരങ്ങൾ, തമിഴകം, ആൻഷ്യന്റ് തമിഴകത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അത് ചോള ശാസനങ്ങള്, ക്ഷേത്രഭരണം, ഭൂമി, ഭൂദാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഇത്തരം ഇൻസ്ക്രിപ്ഷൻസിൽ നിന്ന് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് നാണയങ്ങൾ അഥവാ ന്യൂമിസ്മാറ്റിക്സ്. ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞാല് നാണയ വിജ്ഞാനീയം എന്നാണ് ന്യൂമിസ്മാറ്റിക്സിന്റെ മലയാളം. എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ നമുക്ക് ചരിത്രത്തെ പുനഃസൃഷ്ടിക്കുന്നതിന് പല രീതിയിൽ സഹായകമാകുന്നുണ്ട്. ഈ നാണയത്തിൽ കാണുന്ന ഒരു നാണയം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ പരിശോധിക്കുന്നത് ഏത് മെറ്റലാണ് എന്ന് നോക്കും, അല്ലെ? അപ്പൊ ഇത് ഏത് മെറ്റലാണെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരുടെ കാലഘട്ടം ഏതാണ് എന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കും. അതായത് ആദ്യം നമുക്കറിയാം ചെമ്പ് യുഗമായിരുന്നു, പിന്നെ വെങ്കല യുഗം വന്നു, ഇരുമ്പ് യുഗം വന്നു, ഇങ്ങനെ. ഇനി ഓരോരോ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ലോഹത്തിന്റെ സാങ്കേതിക വിദ്യ അടിസ്ഥാനം, അത് നാണയം ഉണ്ടാക്കാൻ അവർ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ അവരുടെ പഴക്കം നിർണ്ണയിക്കുന്നതിന് കാരണമാകും. ആ നാണയത്തിൽ അവര് കൊത്തിവെച്ചിരിക്കുന്ന ചിത്രങ്ങൾ അവരുടെ സാമൂഹ്യ ജീവിതത്തെ കുറിച്ച്, അവരുടെ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് തരും. ഇങ്ങനെ അത് ആ ഒരു കാലഘട്ടത്തെ കുറിച്ച്, പിന്നീട് കച്ചവടത്തെ കുറിച്ചുള്ള വിവരങ്ങള്, കച്ചവടം ചെയ്തിരുന്ന വസ്തുവിലേക്ക് അത് വെളിച്ചം വീശും. ഇങ്ങനെ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ നാണയ വിജ്ഞാനീയം സഹായിക്കാറുണ്ട്. ഇനി സ്മാരകങ്ങളും ശില്പങ്ങളും, മോണ്യുമെന്റ്സും ആർക്കിടെക്ചറും പ്രധാനപ്പെട്ട, നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലൊക്കെ ധാരാളം ബൃഹദീശ്വര ക്ഷേത്രം, അതായത് ചോള ശില്പകലയുടെ ഔന്നത്യം തെളിയിക്കുന്ന ബൃഹദീശ്വര ക്ഷേത്രം, മഹാബലിപുരത്തെ കോസ്റ്റൽ ടെമ്പിൾസ് ഒക്കെ ഉണ്ട്. പല്ലവ കാലഘട്ടത്തിലെ കാര്യം നമുക്കറിയാം, രഥം കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പല്ലവ കാലഘട്ടത്തിന്റെ വൈദഗ്ധ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവനായിട്ട് നമുക്ക് നൽകും. അതുപോലെ തന്നെ ബദാമി ഗുഹകള്, ചാലൂക്യ ശില്പകലയെ കുറിച്ചുള്ള പട്ടടയ്ക്കൽ ക്ഷേത്ര സമുച്ചയം നമുക്ക് ആ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ശില്പകലയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇങ്ങനെ അന്നത്തെ ഭരണാധികാരികളുടെ ശക്തിയും അവരുടെ പ്രബലതയും ഒക്കെ കാണിക്കാനായിട്ട് ഇത്തരം ക്ഷേത്ര നിർമ്മിതികൾ സഹായകമാകുന്നുണ്ട്. ദേവദാസി സിസ്റ്റത്തെ കുറിച്ചുള്ള വിവരങ്ങൾ, അന്നത്തെ സാമൂഹ്യ ജീവിതത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇത്തരം നമുക്ക് ആർക്കിടെക്ചറൽ എവിഡൻസ് പരിശോധിക്കുമ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇനി മെഗാലിത്തിക്സ് സ്മാരകങ്ങളാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഡോൾമെൻ, സിസ്റ്റുകള്, മുനിയറകള്, അതുപോലെ തന്നെ കുടക്കല്ല്, തൊപ്പിക്കല്ല് തുടങ്ങിയ അന്ന് അവര് ശവമടക്കുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കളും നമുക്ക് വീണ്ടും ലഭിക്കുമ്പോൾ അതിൽ നിന്ന് ആ ഒരു കാലഘട്ടത്തെ നമുക്ക് പുനഃസൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഇനി ഇപ്രകാരം നമുക്ക് ലഭിക്കുന്ന പ്രധാന ആർട്ടിസൻസിൽ ഉൾപ്പെടുന്നതാണ് ഈ മൺപാത്രങ്ങൾ അഥവാ പോട്ടറീസ്. ഇപ്പൊ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്ടറി, അതുപോലെ റോൾട്ടഡ് വെയർ പോട്ടറീസ്, ഇനി PGW പെയിന്റഡ് ഗ്രേ വെയർ പോട്ടറീസ്, ഇങ്ങനെ പല കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ച പോട്ടറീസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാലം നിർണ്ണയിക്കാനും അവരുടെ സാങ്കേതിക വിദ്യ അതിനുപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യക്കനുസരിച്ച് അവരുടെ കാലഘട്ടത്തിലേക്ക് മറ്റു വിവരങ്ങളിലേക്കൊക്കെ നമ്മൾ ഇന്റർ കണക്റ്റഡ് ആയിട്ട് വെളിച്ചം വീശാൻ അത് സഹായകമാകാറുണ്ട്. ഇനി എപ്പിഗ്രാഫിക്കൽ സോഴ്സസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, എപ്പിഗ്രാഫിക്കൽ സോഴ്സസിൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന എപ്പിഗ്രാഫിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് അശോക ഇൻസ്ക്രിപ്ഷൻ തന്നെയാണ്. അത് ലോഹ ഫലകത്തില് ഉള്ളത് ലഭിക്കാറുണ്ട്, അതായത് ഗുഹാമതിലുകളിൽ ഉള്ളതുണ്ട്, അതുപോലെ ക്ഷേത്ര ഭിത്തിയിൽ കൊത്തിവെച്ച എഴുത്തുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പൊ ഇതിൽ ഓരോന്നിലും
അതിന്റെ കാലഗണനയും ജീവിത സാഹചര്യങ്ങളും ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ചരിത്രത്തെ പുനഃസൃഷ്ടിക്കുന്നത്. ഇനി നമുക്ക് ഈ അശോക ശാസനത്തെ കുറിച്ച് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ. അശോകന്റെ ശാസനം കർണാടകം, ആന്ധ്രാപ്രദേശ് മേഖലകളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ പ്രാകൃതമായിരുന്നു. ലിപി ബ്രാഹ്മി ലിപിയിലുള്ള പ്രാകൃത ഭാഷയിലുള്ള ഒരു ശാസനമാണ് ലഭിച്ചത്. ഇത് മൗര്യ സാമ്രാജ്യത്തിന്റെ വ്യാപ്തി, ഉത്തരേന്ത്യയാണ് മൗര്യന്മാരുടെ പ്രദേശം അല്ലെ. അപ്പൊ നോക്കൂ, അത് ഇങ്ങോട്ട് താഴേക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് വ്യാപിച്ച് അതിന്റെ അതിര് എവിടം വരെ ഉണ്ടായിരുന്നു എന്നതിന്റെ വലിയ ഒരു തെളിവാണ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ചെറിയ ആർട്ടിഫാക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ സാധിക്കും എന്നതാണ് ചരിത്രത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. ഇനി തമിഴ് ബ്രാഹ്മി ലിപികളിൽ നമുക്ക് സംഘം കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സംഘ സാഹിത്യ കൃതികളൊക്കെ കുറെ ലഭിച്ചിട്ടുണ്ട്. ചാലൂക്യ പല്ലവ ശാസനങ്ങൾ, അതായത് പുലികേശി രണ്ടാമന്റെ ഐഹോൾ ശാസനം, അതുപോലെ അന്നത്തെ രാഷ്ട്രീയ വിജയത്തെക്കുറിച്ചും പല്ലവരുടെ ശാസനവും തമിഴും സംസ്കൃതവും ചേർന്നിട്ടുള്ള ശാസനങ്ങളെല്ലാം തന്നെ നമുക്ക് ഓരോ കാലഘട്ടത്തിന്റെയും ഭാഷയിലുള്ള വികാസം ഇതെല്ലാം തന്നെ നമുക്ക് അതിലേക്കൊക്കെ വെളിച്ചം വീശുന്നതാണ്. ഉള്ള പ്രധാനപ്പെട്ട ചില ശാസനങ്ങളുടെ പേരുകൾ കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തേത് ഉത്തരമേരൂർ ശാസനമാണ്. ഇത് പ്രാദേശിക സ്വയംഭരണത്തിന്റെ തെളിവ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ശാസനമാണ് ഉത്തരമേരൂർ ശാസനം. ഇതിവിടെയാണ് നമ്മൾ ഈ ഗ്രാമസഭയെ കുറിച്ച്, ഉത്തരമേരൂർ ശാസനം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഗ്രാമസഭയെ കുറിച്ചും ഭൂദാനത്തെ കുറിച്ചൊക്കെ അതുപോലെ നികുതിയും സാമ്പത്തിക ജീവിതത്തെ കുറിച്ച് വിവരം നൽകുന്നതാണ് ഉത്തരമേരൂർ ശാസനം എന്ന് പറയുന്നത്. പിന്നെ ഹൽമിതി ശാസനമാണ് മറ്റൊന്ന്. ഹൽമിതി ഒരു കന്നഡ ലിപിയുടെ കുറച്ച് പരിഷ്കൃതമായിട്ടുള്ള കന്നഡ ലിപി ഉപയോഗിച്ചിട്ടുള്ള ഒരു, അതായത് 5-ാം നൂറ്റാണ്ടോ 6-ാം നൂറ്റാണ്ടിലൊക്കെ വന്നിട്ടുള്ള ഒരു ശാസനമാണ് ഹൽമിതി ശാസനം. ഇനി കോപ്പർ പ്ലേറ്റ്സ്, കുറെ കോപ്പർ പ്ലേറ്റ്സ് നമുക്ക് സൗത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. തെക്കേ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചൊക്കെ ഈ കോപ്പർ പ്ലേറ്റ്സ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ തെക്കേ ഇന്ത്യയിലെ സവിശേഷമായിട്ടുള്ള വാസ്തുവിദ്യാ രീതിയും അതുപോലെ തന്നെ ഇവിടുന്ന് ലഭിച്ചിട്ടുള്ള പലതരത്തിലുള്ള ആർട്ടിഫാക്റ്റുകൾ ഒക്കെ നമുക്ക് ഉത്ഖനനത്തിലൂടെ ലഭിച്ചിട്ടുള്ള ആർട്ടിഫാക്ട്സ് ഒക്കെ തന്നെ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയെ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് ഉപകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. നമ്മൾ ഏറ്റവും ബ്രീഫ് ആയിട്ടാണ് ഈ ഒരു ഭാഗം പറയുക. അപ്പൊ ഇതിൽ നിങ്ങൾ ഓരോ പ്രദേശം നമ്മൾ മെൻഷൻ ചെയ്തു പോയിട്ടുള്ള ഓരോ പ്രദേശവും അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള വസ്തു ഏതാണെന്ന് വെച്ചാൽ അതും പഠിച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു.